ചികിത്സ കിട്ടാതെ കൊല്ലം പന്മനയിലെ വേണു മരിച്ചതിൽ സർക്കാരിനെതിരെ കുടുംബം രംഗത്ത് വന്നു. വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞിട്ടും ഒരു ജീവനക്കാരനെതിരെയും നടപടിക്ക് ശുപാർശയുണ്ടായില്ലെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു 24 പരാതിപ്പെട്ടു. വീഴ്ച ബോധ്യപ്പെട്ടിട്ടും ഒരാൾ പോലും തന്നെ വിളിച്ചിട്ടില്ലെന്നും സിന്ധു പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ നേരത്തെ താങ്കളടക്കം കുടുംബം ഉന്നയിച്ച ആശങ്ക, ആ പരാതി, അത് കൃത്യമാണ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ്. അതായത് ചികിത്സ കിട്ടുന്നതിന് വൈകലുണ്ടായി മരണത്തിലേക്ക് നയിച്ചത് ആ കൃത്യവിലോപമാണ് എന്ന് തെളിയിക്കുന്നതാണ്. എന്താണ് ആദ്യ പ്രതികരണം? ഞാൻ റിപ്പോർട്ട് വായിച്ചിരുന്നു. ഞാൻ എന്താണോ 100% സത്യസന്ധമായിട്ട് പറഞ്ഞത് അത് തന്നെയാണ് ആ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. ചൂണ്ടിക്കാട്ടുമ്പോഴും ഉദ്യോഗസ്ഥർക്കെതിരെയോ ഡോക്ടർമാർക്കെതിരെയോ നടപടിക്ക് ശുപാർശയില്ല, പേരെടുത്ത് പരാമർശമില്ല. ഒരു ഡോക്ടേഴ്സിന്റെ പേരോ അല്ലെങ്കിൽ ആരാണ് ചികിത്സ അങ്ങനെ ഒരു പേര് പറയാതെ മൊത്തം ഒരു സിസ്റ്റത്തിനകത്താക്കിയിട്ട് മൊത്തം ഒരു സിസ്റ്റത്തിന്റെ ഒരു തകരാറാണ് എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുതൽ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട നടപടിയും ഉണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷ താങ്കളടക്കം പങ്കുവച്ചിരുന്നു. പക്ഷേ ഇതുവരെയും അത് കാര്യങ്ങൾ ഉണ്ടായില്ല. വേദനയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ജനുവരി 5 ആയപ്പോൾ മരണപ്പെട്ടിട്ട് 2 മാസമായി. ഇന്ന് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ആരും ഒന്നും വിളിച്ചിട്ടില്ല. ഈ കുടുംബം എങ്ങനെ കഴിയുന്നെന്നോ, ഞാൻ ജോലിക്ക് പോകുന്നു, എൻ്റെ മക്കൾ പഠിക്കുന്നുണ്ടോ എന്നൊന്നും ആരും ഒന്നും തിരക്കിയിട്ടില്ല. ഈ റിപ്പോർട്ട് സ്വാഭാവികമായും നേരത്തെ തന്നെ സർക്കാരിന് മുമ്പിലേക്ക് എത്തിയതാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ നിന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഇല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു അന്വേഷണം ഉണ്ടായിട്ടില്ല. ഈ റിപ്പോർട്ട് കിട്ടിയത് തന്നെ കഴിഞ്ഞ 6-ാം തീയതി ഉച്ചയ്ക്ക് എനിക്ക് കൊല്ലം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് കേരള ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ടാണിത്. അതായത് അവർ നമുക്ക് പറഞ്ഞ ടൈം 2 മണിയാണ്. പക്ഷേ മെഡിക്കൽ ഉദ്യോഗസ്ഥർ മുൻകൂട്ടി അവർ രാവിലെ വന്ന് റിപ്പോർട്ട് ഏൽപ്പിച്ച് അവരുടെ ഭാഗം ക്ലിയറാക്കിയിട്ട് അവരങ്ങ് പോയി. ഇല്ല, ഞങ്ങളെ കാണാൻ കൂട്ടാക്കിയില്ല. എന്നെ അവർ വിളിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് അത് മാത്രമല്ല, ഏറ്റവും വലിയൊരു വീഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്മീഷൻ ഒരു കേസ് ഫയൽ ചെയ്തതാണ്. പക്ഷെ അവർ വിളിച്ചത് യഥാർത്ഥത്തിൽ അദാലത്തിനാണ് വിളിച്ചത്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേ എന്നോട് ചോദിച്ചു, എന്താണ് പരാതി എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണെന്ന് ചോദിച്ചു. അതിന് വെച്ച് ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്? അത് മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. അന്നേരം അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഒരു ജീവൻ രക്ഷിക്കാനാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്? എത്രയോ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി കൂടാണ്. സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എപ്പോഴെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നോ? സർക്കാർ തലത്തിൽ നിന്ന് ആരെങ്കിലും വിളിക്കും, ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചു. കാരണം ഈ 2 മാസം ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ വാർത്തകളുമായി അദ്ദേഹത്തിന് മരണമൊഴി ഉണ്ടായിരുന്നു. ഇത്രയും ദിവസമായി അവർ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആവേശമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥലത്തെ MLA പോലും അന്നത്തെ ദിവസം വന്നിട്ട് പോയത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ വേണുവിൻ്റെ നമ്പറുണ്ട്. കാരണം പല കാര്യത്തിലും വേണുവിനെ വിളിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വിളിക്കാം, അതുപോലും ഉണ്ടായിട്ടില്ല. സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് കുടുംബം പ്രതീക്ഷിച്ചത്. പക്ഷേ അത്തരത്തിൽ ഇടപെടൽ എങ്ങനെ ഉണ്ടായില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടികളടക്കം മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. സർക്കാർ ഇക്കാര്യത്തിൽ ആ നിലപാട് വ്യക്തമാക്കണം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന വേദന കൂടി കുടുംബം പങ്കുവെക്കുന്നുണ്ട്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.